ഇവിടെ നമ്മുടെ ഹീറോ അവനെ പഠിപ്പിച്ച സാറിന്റെ മകളുടെ കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് പോവാണ്. ആണ് ചെറുക്കൻ വരുന്ന വഴിക്ക് ചെറുക്കൻ ആക്സിഡന്റ് ആയി മരിച്ചെന്ന് അറിയുന്നത്. കേട്ടതും എന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് തന്നെ വരികയാണ്. ഹീറോനെ ഈ സാറിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇനി എന്റെ മോക്ക് ഒരു ജീവിതം നീ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോളെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മോളും അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോനെ കല്യാണം കഴിച്ചിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോയും അവളെ വെറുപ്പിക്കാതെ നിങ്ങൾ ഈ റൂമിൽ നിന്നോ, ഞാൻ പുറത്ത് നിന്നോളെന്ന് പറഞ്ഞിട്ട് അവൻ താമസം മാറാണ്. ഹീറോ അടുത്ത് സംസാരിക്കാതെ ഇവളെ എപ്പോഴും റൂമിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇവന്റെ ഓഫീസിലൊക്കെ എങ്ങനെ ഇവന് കല്യാണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവർക്ക് പാർട്ടി ആണെന്ന് പറയാണ്. നമ്മുടെ ഹീറോയും ഇന്നെ ഫ്രണ്ട്സ് ഒക്കെ വരും, അവരുടെ മുമ്പിൽ ജസ്റ്റ് നീ ഒന്ന് വന്ന് നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കെഞ്ചാണ്. പക്ഷെ അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിനെ ഫുഡെല്ലാം ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈഫിന് ഇവനെന്തോ വയ്യ, അതുകൊണ്ടാണ് അവൾ വരാത്തതെന്നൊക്കെ പറയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഹീറോയിൻ പുറത്ത് വന്നിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് ഹാപ്പി ആവാണ്. അങ്ങനെ അടുത്ത ദിവസം ഇവൻ ജോലിക്ക് പോകുന്നതിന് ഇവള് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് ഒരു ഡാൻസ് കോമ്പറ്റീഷന്റെ അക്കാദമി ഉണ്ട്, എനിക്ക് അവിടെ ചേരണം എന്ന് പറയാണ്. അങ്ങനെ ഇവനൊന്നും പറയാതെ അതിന് ചേരാനുള്ള പൈസ കൊടുക്കാണ്. നമ്മുടെ ഹീറോയും ചിലപ്പോൾ നമ്മൾ ഈ സോഡ കുപ്പിട്ടുള്ള ഈ പഴഞ്ച ലുക്ക് കാരണമായിരിക്കും ഹീറോയിൻ അവൻ ഇഷ്ടമല്ലാത്തെന്നൊക്കെ വിചാരിച്ചിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ ലുക്ക് തന്നെ മാറ്റാണ്. എന്നിട്ട് വൈഫ് പഠിക്കുന്ന ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. അങ്ങനെ ഇവൻ അടയാളം പോലും മനസ്സിലാവാതെ ഇവർ സംസാരിക്കാനൊക്കെ തുടങ്ങാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ താഴെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും, അതേസമയം മുകളിൽ നമ്മുടെ ഹീറോയിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലാസ്സിൽ ടോപ്പ് 10 ആയിട്ടുള്ള ജോഡികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണ് ജോഡിയായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇവൻ മൊത്തം അബദ്ധം കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ആയത് തന്നെ എന്ന് അവർ പറയാണ്. അങ്ങനെ ഹീറോയും ഞാൻ കാരണം നിങ്ങൾ കോമ്പറ്റീഷനിൽ തോക്കേണ്ട പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഇനി ഈ മാറുവേഷം കിട്ടേണ്ടി വരില്ലെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനെ ഒരു പടത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോവാണ്. പക്ഷെ ആ പടത്തിൽ മൊത്തം അവന്റെ മറ്റേ രൂപം വന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ ഹീറോയിനെ തോന്നുകയാണ്. അങ്ങനെ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ ഒരു മെക്കാനിക് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആ ഡാൻസ് അക്കാഡമിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവനെ തപ്പിയിട്ട് അവൾ അങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഇവന്റെ ഫ്രണ്ടും നിന്റെ വൈഫ് നിന്നെ അന്വേഷിച്ചോടെ വന്നിരിക്കാന്ന് പറഞ്ഞു ഇവന് പെട്ടെന്ന് തന്നെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ വന്നത് നമ്മുടെ ഹീറോയിനും ഇനി അബദ്ധമായിട്ട് കളിച്ചൊന്നും കുഴപ്പമില്ല, നമുക്കതൊക്കെ കറക്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് തന്നെ കളിക്കാന്ന് പറയാണ്. ഇങ്ങനെ ഇവർ പ്രാക്ടീസ് ചെയ്ത് പക്കയായിട്ട് ആ ടോപ്പ് 10 ജോഡി തന്നെ സെലക്ട് ആവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും രാജ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗെറ്റപ്പ് വെച്ചിട്ട് ബ്രഹ്മാണ്ടമായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ഹീറോയിൻ എനിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞാണ്, ഇനി എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന ജോലിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോവാണ്. ഹീറോയിൻ ശോകത്തിൽ എന്താ ഇവളെ എന്നെയും പ്രേമിക്കുന്നില്ല രാജിനും പ്രേമിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോകടിച്ചിരിക്കുകയാണ്. തന്നെ ഫ്രണ്ടും നീ ഡബിൾ ഗെയിം കളിക്കുന്നതിനോ നിന്റെ വൈഫിന്റെ അടുത്ത് പോയി സത്യം പറയുന്നു പറയാണ്. അങ്ങനെ സ്വന്തം രൂപ വെച്ചിട്ട് തന്നെ വൈഫിനെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു പയൽമാന്റെ കൂടെ ഒരു കോമ്പറ്റീഷനിൽ ഫൈറ്റിന് പോകണം അവൻ. അങ്ങനെ എങ്ങനെയൊക്കെ ആ സുമോനെ അടിച്ച് ഡിഫീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ജയിക്കാണ്. അങ്ങനെ വീട്ടിലെത്തി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോപ്രായൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ ചെയ്താലെങ്കിലും നീ ഇംപ്രസ് ആയിട്ട് എന്നെ ലഭിക്കുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്താണെന്ന് പറയാണ്. അങ്ങനെ ഇവളും കരഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് റെസ്പെക്ട് ഉണ്ട്, പക്ഷെ പ്രേമം മാത്രം ഇല്ലെന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അന്ന് രാത്രി എന്നെ രാജിനെ മീറ്റ് ചെയ്തിട്ട് ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിട്ട് വന്നേക്കാം, നമുക്ക് ഓടിപ്പോകാന്ന് പറയണം അവള്. അങ്ങനെ നമ്മുടെ ഹീറോയും നമ്മളൊരു ഹസ്ബൻഡായിട്ട് തോറ്റു, രാജായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടെങ്കിൽ അവളുടെ കൂടെ പോയി ജീവിക്കാന്ന് പറഞ്ഞിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം അമ്പലത്തിൽ കൺഫ്യൂഷനിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഉള്ളപ്പോൾ അവളുടെ ഹസ്ബൻഡിനെ ഒരു ദൈവത്തിനെ പോലെ അവൾക്ക് തോന്നാണ്. നമ്മൾ എത്ര തവണ അയാൾ അവോയ്ഡ് ചെയ്താലും ഹേർട്ട് ചെയ്താലും അതൊന്നും കാണിക്കാതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഇരുന്ന ഒരാളെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുന്നൊക്കെ ആലോചിക്കാണ് അവൾ. അങ്ങനെ തന്റെ ഹസ്ബൻഡിനെ മൊത്തമായിട്ട് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കാൻ തുടങ്ങാണ്. അങ്ങനെ അന്ന് നൈറ്റ് തന്നെ ഹീറോയിൻ രാജിന്റെ അടുത്ത് പോയിട്ട് എന്റെ ഹസ്ബൻഡ് നിന്നെ പോലെ ഇങ്ങനെ ജോളിയായിട്ട് ഇരിക്കണമെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ അദ്ദേഹം എന്റെ മേലിൽ ജീവൻ തന്നെ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ദ്രോഹം ചെയ്യാൻ എനിക്ക് മനസ്സ് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തിരിച്ചു പോകണം. അങ്ങനെ ആ കോമ്പറ്റീഷന്റെ ഫൈനലിൽ രാജിന് വേണ്ടി ഹീറോയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ മാർവേഷം ഒന്നും ഇടാതെ അവന്റെ ഒറിജിനൽ ഗെറ്റപ്പിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങാണ്. വേണം നമ്മുടെ ഹീറോയിൻ തന്നെ മനസ്സിലാവുന്നത് രാജും അവരുടെ ഹസ്ബൻഡും ഒക്കെ ഒരാൾ തന്നെയാണെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയും നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ഒരു വേഷം മാത്രമല്ല 1000 വേഷങ്ങൾ ഇടാനും ഞാൻ തയ്യാറാണെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്.